പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ വരുന്നത് കോന്നിയിലാണ്. കോന്നിയിൽ മാമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഈ ഉപ്പിലിട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ വാഴപ്പിണ്ടി ഉപ്പിലിട്ടതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടോ. ചേട്ടാ, ഇതെന്തോ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്? വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് പറഞ്ഞേക്കാം. വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ഇതാണ് വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് വാഴയാണ്, പക്ഷേ നമ്മൾ ഈ അതിന് പിണ്ടിയൊക്കെ നമ്മുടെ അടുത്ത് കളയാറുണ്ട്. പക്ഷേ ഇതേപോലെ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ? പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പൈനാപ്പിൾ. ചേട്ടാ, ഇതിൻ്റെയൊക്കെ വിലയൊക്കെ എങ്ങനെ? 10 രൂപ. പിണ്ടിക്ക് 5 രൂപ. പിണ്ടിക്ക് 5 രൂപ. പൈനാപ്പിൾ 10 രൂപ. മാങ്ങ 5 രൂപ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? ജാതിക്കയുണ്ട്, നെല്ലിക്കയുണ്ട്, അമ്പഴിങ്ങ, ലവലോലിക്ക, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ചേട്ടാ, ഈ ഓമയ്ക്ക വരെ ഇടും. ഓമയ്ക്ക വരെ ഉണ്ട്. ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം ഇതൊന്നുമില്ല. ഇത് മനുഷ്യന് നല്ല ഇത് കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ 10-20 കൊല്ലം 20-25 കൊല്ലത്തോളം നമ്മൾ എൻ്റെ പരിപാടിയിലുണ്ട്. അന്ന് പോലെ ഉണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനവും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത് മറ്റേ കെമിക്കലോ മറ്റൊരു സാറിന് ചേർത്ത് എല്ലാം വൃത്തിയായിട്ട് നല്ല ചില്ല് കുപ്പിയിലായിട്ട്. എല്ലായിടത്തും പ്ലാസ്റ്റിക് കുപ്പി ഇടുമ്പോൾ നമ്മൾ ചില്ല് കുപ്പിയിൽ ഇട്ട് കൊടുത്തേക്കും. എല്ലാം 10 രൂപയുള്ളൂ. 5 രൂപ. ജാതിക്ക 5 രൂപയുള്ളൂ. ജാതിക്ക 5 രൂപയുള്ളൂ. ഒരു പീസ് 5 രൂപയുള്ളൂ. മാങ്ങ പീസ് 5 രൂപ. ഫുള്ള് മാങ്ങ, നാടൻ മാങ്ങ പറഞ്ഞാൽ 20 രൂപ. അങ്ങനെ എല്ലാ റേറ്റ്. പിന്നെ സീസൺ അനുസരിച്ച് ചാമ്പയ്ക്ക, പലതരത്തിലുള്ള ചാമ്പയ്ക്ക ഉണ്ടാവും. അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടാവും. പേരയ്ക്ക 10 രൂപ. ഓമയ്ക്ക ഉണ്ടാവും. ഓമയ്ക്ക 5 രൂപ. അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട്. ഇതാണ് കൊടുത്തിട്ട് വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്. പൈനാപ്പിൾ ആർക്കായിരുന്നു? ഒരു വെറൈറ്റി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാമൂട് എന്ന സ്ഥലമുണ്ട്. പത്തനാപുരത്ത് നിന്ന് വരുവാന്നുണ്ടെങ്കിൽ കോന്നി കഴിഞ്ഞിട്ട് മാമൂട് ജംഗ്ഷനിലാണ് ഈ ഒരു വ്യത്യസ്തമായ അടിപൊളി ഒരു ഈ ഉപ്പിലിട്ട കട. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. സീസൺ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ട് നല്ല നാട്ടുമാങ്ങ. എല്ലായിടത്തും സീസൺ കഴിയും. സീസൺ കഴിയുമ്പോഴും നല്ല മാങ്ങ, അടിപൊളി മാങ്ങ ഉണ്ട്. ഇത് നാട്ടുമാങ്ങ. ഇത് സീസൺ കഴിഞ്ഞിട്ടാണെങ്കിലും ഏത് സമയത്ത് ഇവിടെ കാണുമല്ലേ? ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് അജുകുമാർ എന്ന് പറയും. ശബരീഷൻ എന്ന് വിളിക്കും. അല്ലെ സുനാമി എന്ന ആൾക്കാർ വിളിക്കും. സുനാമി സർബത്ത് കണ്ടുപിടിച്ചമ്പള. അപ്പോൾ ശബരീശൻ്റെ കടയെന്നാണ് ഈ കടയുടെ പേരല്ലേ? പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? കപ്പയുണ്ട്, ഡെലിവറിയുണ്ട്, മീൻകറിയുണ്ട്. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഇനി തൊട്ട് പഴങ്കഞ്ഞിയുണ്ട്. നേരത്തെ നമുക്കുണ്ടായിരുന്നു. ഒരു കൊറോണ വന്നപ്പോൾ നമ്മൾ നിർത്തിയതാണ്. ഒരു 10 കൊല്ലത്തോളം നമ്മൾ വീട്ടിലൂണുണ്ടായിരുന്നു. വീട്ടിലൂണ്, കപ്പ, ഡെലിവറി, മീൻകറി, പഴങ്കഞ്ഞി എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാണുന്ന എല്ലാം അവിടുത്തെ ഒരു ചെറിയ വീട്ടിലായിരുന്നു. അപ്പോൾ കൊറോണ വന്ന് റോഡ് പണിയോടെ വന്നതോടുകൂടി തൽക്കാലം നിർത്തിയേക്കുക. കണ്ടോ, നല്ല കണ്ണിമാങ്ങയത്. കണ്ണിമാങ്ങ പ്രായത്തിൽ ഈ പാട്ടൊക്കെ കഴിയുമ്പോൾ അത് പാടി പോകില്ലേ? അങ്ങനെ ജാതിക്കായുണ്ട്, നെല്ലിക്കായുണ്ട്, മാങ്ങയുണ്ട്, വാഴപ്പിണ്ടിയുണ്ട്, ലവലോലിക്കയുണ്ട്, നെല്ലിക്കയുണ്ട്. ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വരുക. നല്ല കെമിക്കലൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ആയിട്ടുള്ള ഉപ്പിലിട്ട സംഭവങ്ങൾ കഴിക്കാൻ.